മണ്ണിനടിയിൽപ്പെട്ട് രാപ്പകൽക്കിപ്പുറവും ഒരു സൂചനയും കിട്ടുന്നില്ലെങ്കിൽ കേന്ദ്ര കർണാടക സർക്കാരുകൾ നെഞ്ചിൽ കൈവച്ചെന്ന് പറയണം. ആ ഗംഗാവലി പുഴയോരത്ത് കാണാമറയത്ത് പ്രാണപ്രതീക്ഷയിൽ പാവം പിടിച്ച അർജുൻ അല്ലായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു മന്ത്രിപുത്രനോ അവന്റെ ആഡംബരക്കാരോ ആയിരുന്നെങ്കിൽ സംവിധാനങ്ങളെ ഇതാകുമായിരുന്നോ നിങ്ങളുടെ നിലപാട്? പെരുമഴയെന്നും നനഞ്ഞ മണ്ണെന്നും സാങ്കേതികത ഞങ്ങളോട് പറയല്ലേ. കെട്ടിമുടിയും പുത്തുമലയും കണ്ടവരാണ്, കവളപ്പാറയും കൂട്ടിക്കലും കണ്ടവരാണ്, മഹാപ്രളയം കണ്ടവരാണ്, ജീവൻ പണയം വെച്ചും പ്രാണൻ കാത്തവരാണ്. കഴിയുന്നില്ലെങ്കിൽ മാറി നിൽക്ക്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടപ്പുറപ്പിന്റെ പ്രാണൻ കാക്കാൻ. അത് ബഹുമാനക്കുറവല്ല സാറുമാരെ, സങ്കടത്തിൽ പറയുന്നതാണ്. എന്തായാലേ ഒരാളെ കാണാതായിട്ട് 7 ദിവസമായി, അതായത് ഏകദേശം 150 മണിക്കൂറോളം. ആള് സൂപ്പർമാനും സൂപ്പർ ഹീറോ ഒന്നല്ല, മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ ഇടിച്ച് പൊന്തിച്ച് വരാൻ. നമ്മളെ പോലെ തന്നെ സാധാരണ ഒരാളാണ്. നമ്മൾ ശ്വസിക്കുന്ന പോലെ ശ്വസിക്കുന്ന ആള്, നമ്മൾക്ക് കുടിക്കാൻ വെള്ളം വേണ്ട പോലെ കുടിക്കാൻ വെള്ളം വേണ്ട ആള്, ഭക്ഷണം വേണ്ട ആള്. എങ്ങനെ രക്ഷിക്കുന്നതല്ലേ? ഈ തൊഴിലുറപ്പിന് ആൾക്കാർ പോണ പോലെ രക്ഷാപ്രവർത്തനത്തിന് പോകണം. രാവിലെ മുഹൂർത്തം നോക്കും, നല്ല മുഹൂർത്തമാണെങ്കിൽ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വരാം. വൈകുന്നേരം പക്ഷേ ഇരുട്ടാവണതിന് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിൽ വരണം കേട്ടോ. ഇങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നത്. ടെക്നോളജി ഇല്ലാന്നൊന്നും ദയവീത് പറയല്ലേ. ഇതിപ്പോ അംബാനിയുടെയോ അദാനിയുടെയോ മക്കളാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന വെച്ചാൽ ടെക്നോളജി ഇവിടെ ഇല്ലെങ്കിൽ വന്നിട്ടുണ്ടാവും അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ട്. എന്നിട്ട് ഇന്നലെ ഒരു മഹത് വ്യക്തിത്വം പറയണ്ടായിരുന്നു, 98% ഞങ്ങള് തെരച്ചിൽ മണ്ണൊക്കെ നീക്കി മാറ്റി, പക്ഷെ അവിടെ ഇല്ലയാണ്. എന്നിട്ട് മറ്റേ രഞ്ജിത്ത് ഇസ്രായേലിയോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്ന 50% പോലും മാറ്റിയിട്ടില്ലാണ്. അതിനെങ്ങനെ? അവനവന്റെ ആൾക്കാരൊന്നും അല്ലല്ലോ, വലിയ ആൾക്കാരല്ലോ, സാധാരണക്കാരനല്ലേ. സാധാരണക്കാരന്റെ ജീവൻ ഇത്ര തന്നെ വില ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞത് വെച്ചാൽ നമ്മുടെ ആൾക്കാർ പോയിണ്ടാവല്ലോ. ഇത് കേരളത്തിലാണ് നടന്നത് വെച്ചാൽ ഇങ്ങനെ വല്ലതും ഉണ്ട്. ആളിപ്പോ സുഖമായി വീട്ടിലിരിക്കുന്നുണ്ടാവും. അതാണ് മലയാളികളും ബാക്കിയുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ വിവേചനവും വേർതിരിവൊന്നും നോക്കാറൊന്നുമില്ല. നമ്മൾ പറയാറില്ലേ, കർമ്മ ഈസ് എ ബൂമറാങ്. ബൂമർ മുട്ടായി എന്നല്ല അതിന്റെ അർത്ഥം. അവനവൻ ചെയ്തതിന് അവനവന് കിട്ടും. ഇപ്പൊ ഇവരുടെയൊക്കെ മക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ ആണ് ഇത് അനുഭവിക്കുന്ന വെച്ചാൽ മാത്രം അവർക്ക് സങ്കടം അറിയുള്ളൂ. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല. അവനവന് വരുമ്പോ അറിയാം. അതിനുള്ള നിയമവും പുസ്തകമൊക്കെ നാട്ടുകാർ അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാവരുത്. ഇവിടുന്ന് ആൾക്കാർ പോയി രക്ഷിക്കാൻ പറഞ്ഞാൽ അപ്പൊ പറയും പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ സഹായം ചോദിക്കും, അപ്പൊ മാത്രമേ വരാൻ പാടുള്ളൂ. സെൻട്രൽ ഗവൺമെന്റ് അടുത്ത് വേണമെങ്കിൽ ഞങ്ങൾ സഹായം ചോദിക്കും, അപ്പൊ മാത്രമേ വരാൻ പാടുള്ളൂ. അവസാനം നഷ്ടം ഉണ്ടാവുന്നത് ആളുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമാണ്, വേറെ ഒരാൾക്കും ഇല്ല. ഇപ്പൊ ഈ ഘോരഘോരം ചാനലിൽ ഡിസ്കഷൻ നടന്ന ചാനലുകാർക്ക് എന്താ നഷ്ടം? അവർക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കുറെ TRP കിട്ടി, കുറെ വ്യൂവേഴ്സിന് കിട്ടി, അതന്നെ ഉള്ളൂ. നഷ്ടം അവർക്ക് മാത്രമേ ഉള്ളൂ. 9 മണിക്ക് വരേണ്ട ആൾക്കാർ വരെ 2 മണിക്ക്. അതുവരെ പിന്നെ സുഖമായി ഇരിക്കണ്ടാവില്ല, കാരണം AC റൂമിന്റെ ഉള്ളിൽ സുഖമായി ഇരിക്കുകയാണല്ലോ അതുവരെ ആള് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. എന്തോന്നടേ, ഇതിപ്പോ കേരളത്തിലാണ് നടന്നത് വെച്ചാൽ ഇപ്പൊ ആള് സുഖമായി വീട്ടിൽ വേണമെങ്കിൽ TV കണ്ടിരിക്കണ്ട. കാരണം അതാണ് മലയാളികളും ബാക്കിയുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. അതെങ്ങനെ? കോവിഡ് ടൈമിൽ ആൾക്കാർ അങ്ങോട്ട് കടക്കരുത് പറഞ്ഞിട്ട് മറ്റ് ബോർഡറിൽ മണ്ണിട്ട് കൂട്ടിയ ടീംസ് അല്ലേ. ഇതന്നെ